ഹിന ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ പോവായിരുന്നു. ഓട്ടോമാറ്റിക്കലി അത് ഹിനയ്ക്ക് വളരെ അടിപൊളിയായിട്ടുള്ള കമന്റ് ആണ് വന്നിട്ടുള്ളത്. ഇത്രയും മീഡിയാസ് ഉള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കവർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് കറക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അവർക്ക് കിട്ടി. ഫാത്തിമ ഹിനയിൽ നിന്നും ഹിന എൽസയിലോട്ടുള്ള ദൂരം വളരെ വലുതാണ്. ഫാത്തിമ ഹിന എന്നുള്ള പേരാണല്ലോ. അപ്പൊ കമന്റ്സ് ആണെങ്കിലും പിന്നെ മഹലിൽ നിന്ന് പുറത്താക്കേണ്ട പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. മുസ്ലിം പെൺകുട്ടി എന്തിന് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്തു? മുസ്ലിംസിന് അത് അപമാനമാണ്. ഞാൻ അത്യാവശ്യം ഒരുങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിരുന്നു അവളുടെ കൂടെ നടക്കണ്ട, ശരിയാവത്തില്ല, പഠിത്തത്തിൽ ബാക്കിലാവും. ഒരു 15th ഏജിലാണ് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും. അപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് തന്നെ അത് വീട്ടിലറിഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് അടിയെല്ലാം കിട്ടിയായിരുന്നു. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, അതായത് നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്നെ അടിച്ച് എന്നെ നെഞ്ചക്ക് വെച്ചിട്ടാണ് ഇവിടെ അടിച്ചത്. പിന്നെ കണ്ണിന് അടി കിട്ടിയത് മൂതിരം വെച്ചിട്ടായിരുന്നു. പിന്നെ എനിക്ക് നട്ടലിന് അടി കിട്ടിയത് സോഫ വെച്ചിട്ട് എറിയായിരുന്നു. എൻ്റെ പപ്പയുടെ അനിയൻ, എനിക്കന്ന് വയസ്സ് 15. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാമം തീർക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. എൻ്റെ തകർച്ച ഒരു പക്ഷേ എൻ്റെ നാട്ടുകാരാണ്. ഒരു 15 വയസ്സായ കുട്ടീനെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുന്നു? അതിന്റെ മാക്സിമം അവർ ദ്രോഹിക്കുന്നുണ്ട്. അത്രയും നല്ല നാട്ടുകാരാണ് എനിക്കുള്ളത്. സീരിയസ്ലി പറയാൻ, ഞാൻ ഒരുപാട് തവണ ഈ നാട്ടുകാർ കാരണം സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. അതേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ പെരിന്തൽമണ്ണയില്, സ്വന്തം നാട്ടില് അതേ വ്യക്തിയുടെ കടയുടെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ റാമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടതും. അതേ ഫ്ലോറിൽ തന്നെയാണ് ഞാൻ കളക്ടർ കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്നെ അടിച്ചമർത്തിയ നാട്ടുകാരുടെ മുന്നിൽ മലപ്പുറത്ത് ഗേൾസിൽ ഞാനായിരിക്കും ആദ്യമായിട്ടൊരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഹായ് ഹലോ, ഫെയിം സ്റ്റെപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷാലു. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് മലപ്പുറത്തുള്ളൊരു പെൺകുട്ടിയാണ്. ആള് ഒരു ഓൺട്രപ്രണർ ആണ്. അത് മാത്രമല്ല, 2025 മിസ് കർണാടകയും, അതുകൂടാതെ റോയൽ മിസ് ഇന്ത്യ 2024 റണ്ണറപ്പും ആയിട്ടുള്ള ഹിന എൽസ. വെൽക്കം ബാക്ക് ടു ദ ഷോ. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പം വൈറലായി നല്ല രീതിക്ക് എയർലായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രേണു സുധിയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന ഷോയില് ഹിനയും ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ കമ്പനി അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഹിന ഇറങ്ങിയ സമയത്താണെങ്കിലും അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഓൺലൈൻ മീഡിയാസ് ഉണ്ടായിരുന്നു. സോ ഹിന ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ പൊക്കി പിടിച്ച് ഇങ്ങനെ പോവായിരുന്നു. ഓട്ടോമാറ്റിക്കലി അത് ഹിനയ്ക്ക് വളരെ അടിപൊളിയായിട്ടുള്ള കമന്റ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഹിനയ്ക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് പേഴ്സണലി ഞാൻ അത്രയും മീഡിയസിനെ അവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഒരു കോസ്റ്റ്യൂം ചെയ്തോടെ നോക്കിയപ്പോൾ ഫുൾ ചെളിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്രയും മീഡിയാസ് ഉള്ളതും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് കവർ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് കറക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് അവർക്ക് കിട്ടി. അത് പിന്നെ കമന്റ് ബോക്സിൽ കിടന്ന് ആറാടുകയായിരുന്നു. ഓക്കെ, നല്ല അടിപൊളി കമന്റ്സ് ആണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ആ കമന്റ്സ് എല്ലാം. ഞാൻ എടുത്ത് നോക്കാറുണ്ട്. പിന്നെ ചിലതൊന്നും നോക്കാറില്ല, പക്ഷെ ഉള്ളത് കൊള്ളാം, എൻജോയ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം ഹിന എൽസ എന്ന് പറയുന്ന പെൺകുട്ടി ആദ്യം ഫാത്തിമ ഹിനയായിരുന്നു. സോ ഫാത്തിമ ഹിനയിൽ നിന്നും ഹിന എൽസയിലോട്ടുള്ള ദൂരം വളരെ വലുതാണ്. ആ ഒരു ലൈഫ് സിറ്റുവേഷൻ എന്തായിരുന്നു? ഫാത്തിമ ഹിന എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2019 ആ ഒരു ടൈമിലാണ് ഞാൻ ഷൂട്ടെല്ലാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ ഇൻസ്റ്റാഗ്രാം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു ടൈമായി. എനിക്ക് അതിന് മുന്നേ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയാസ് ആയിട്ടൊന്നും അത്ര യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. അപ്പോൾ 2019 ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു. ഒരു ഓണത്തിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഞാൻ പക്ക ഒരു ഹിന്ദു ടച്ചിലൊരു ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ വീട് ഇവിടെയാണെങ്കിൽ ഇവിടെ മദ്രസയാണ്, ഇവിടെ പള്ളിയാണ്. അപ്പോൾ ഇതൊന്നും ഞാൻ ബോധേഡ് അല്ലായിരുന്നു ആ ടൈമിൽ. ഇത്രയും പ്രശ്നമാവുന്നൊന്നും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനത് അപ്ലോഡ് ചെയ്ത സമയത്ത് അത് ഭയങ്കര വിവാദമായിരുന്നു ആ ടൈമിൽ. ഇപ്പോൾ ഞാൻ ചില ട്രോളിൽ കണ്ടിരുന്നു, സദ്യക്ക് പായസമായിട്ട് എൻ്റെ ഫോട്ടോ ആയിരുന്നു.
അപ്പോൾ ആ ടൈമിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം കമൻസ് ആണെങ്കിലും ഫാത്തിമ ഹിന എന്നുള്ള പേരാണല്ലോ, അപ്പോൾ കമൻസ് ആണെങ്കിലും പിന്നെ മഹലിൽ നിന്ന് പുറത്താക്കേണ്ട പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. മുസ്ലിം പെൺകുട്ടി എന്തിന് ഇങ്ങനെ ഡ്രസ്സ് ഇട്ടിട്ട് ഷൂട്ട് ചെയ്തു, മുസ്ലിംസിന് അത് അപമാനമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ പ്രശ്നങ്ങളൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ മാസങ്ങളോളം ഈ ഒരു പേര് മാറ്റണം എനിക്ക്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു പേര്, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പേര് മാറ്റുക എന്ന് പറയുന്നത് എനിക്കും കൂടെ ഇഷ്ടമാണ്. കാരണം നമുക്കൊരു ആപ്റ്റ് ആയിട്ടുള്ളൊരു പേരായിരിക്കണം. അപ്പോൾ ഞാൻ കുറേ മാസം ഞാൻ ഗൂഗിളിൽ എല്ലാത്തിലും സെർച്ച് ചെയ്ത് അവസാനം ഞാൻ പേര് കണ്ടെത്തി, ജസ്റ്റ് അപ്ലോഡ് ചെയ്തു. വേറെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പോൾ ഫാത്തിമ എന്നുള്ളൊരു പേരാണ് എല്ലാവർക്കും പ്രശ്നം. എൽസ എന്നിട്ട സമയത്ത് ആർക്കും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എൽസ എന്നുള്ള ഒരു പേരിട്ടതിന് ശേഷം ഒരു 1 month ആയിട്ടില്ല, എനിക്ക് ഭയങ്കര രാശിയുള്ള ഒരു പേര് കൂടിയാണ് ഹിന എൽസ. പിന്നീട് ഞാനത് ചേഞ്ച് ചെയ്യാനും നിന്നിട്ടില്ല. ഇപ്പോൾ പ്രൊഫഷണലി ഇപ്പോൾ മീഡിയസിലാണെങ്കിലും എല്ലാത്തിലും ഹിന എൽസ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളൂ, ഫാത്തിമ ഹിന എന്ന് പറഞ്ഞാൽ ആർക്കും അറിയത്തില്ല. ഓക്കെ, ഇപ്പം മലപ്പുറത്ത് നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നായിരുന്നു ഹിന വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു മേഖലയിലോട്ട് അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ഹിനയിലോട്ട് എത്തിപ്പെടാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാനത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ ആണ്. പക്ഷെ ഓക്കെ, ഒരു 15 വയസ്സ്, ഒരു 15 വയസ്സിലാണ് എനിക്ക് ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നതും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് എത്തിയതും. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു 15th ഏജിൽ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ഹിന്ദു ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നും ഞാൻ ബോധേഡല്ല. ഞാൻ പഠിച്ചതെല്ലാം മുസ്ലിം സ്കൂളിലായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ വേറെ ഹിന്ദു ക്രിസ്ത്യൻസ് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ആ ടൈമിൽ ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു. ഞാൻ അത്യാവശ്യം ഒരുങ്ങി നടക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞിരുന്നു അവളുടെ കൂടെ നടക്കണ്ട, ശരിയാവത്തില്ല, പഠിത്തത്തിൽ ബാക്കിലാവും. ഞാൻ എപ്പോഴും ഒരുങ്ങി നടക്കുന്ന ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് കുറേ പേരെന്നെ, കുറേ ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും, ഞാൻ ഗ്യാങ്ങിലോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും എന്നോട് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ആ ഒരു ടൈം തൊട്ടേ ഞാൻ ഒന്നാമത് ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ ഒരു 15th ഏജിലാണ് എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നതും. അപ്പോൾ ഹിന്ദു ആയതുകൊണ്ട് തന്നെ അത് വീട്ടിലറിഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് അടിയെല്ലാം കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഈ റൈറ്റ് ചെവിക്ക് കേൾവിക്കുറവുണ്ട് കുറച്ച്, പിന്നെ റൈറ്റ് കയ്യില് ചെറിയൊരു അതെന്താ പറ്റിയത്? അത് ഒരു പെർട്ടിക്കുലർ പേഴ്സൺ, അതായത് നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള ഒരു പെർട്ടിക്കുലർ പേഴ്സൺ എന്നെ അടിച്ച് സെറ്റപ്പ് ആക്കിയതാണ്. എനിക്കിവിടെ തലയിൽ പൊട്ടലുണ്ട്, നട്ടലിന് ചെറിയൊരു പൊട്ടലുണ്ട്. ഇപ്പോഴും ഞാൻ സഫക്കേറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു വെയിറ്റുള്ള ബക്കറ്റോ കാര്യങ്ങളൊന്നും പൊക്കാൻ പറ്റത്തില്ല. നമുക്കൊരു 15 വയസ്സെന്ന് പറയുമ്പോൾ ആ ടൈമിൽ നമ്മളെ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കണം, ഇതിങ്ങനെയല്ല, അതങ്ങനെ, അതിന് മറിച്ച് നമ്മൾ അവരെ അടിക്കുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് വാശി കൂടും, ദേഷ്യം കൂടും. ഇപ്പൊ എന്റെ ലൈഫിൽ സംബന്ധിച്ചത് എൻ്റെ പപ്പയുടെ അനിയൻ കുറച്ച് പ്രശ്നമായിരുന്നു. പുള്ളിക്കാരൻ ഈ കാര്യങ്ങൾക്ക് ഭയങ്കര ത്വരയായിരുന്നു. ബാക്കി കാര്യങ്ങളൊന്നും ത്വര കയറാത്ത ആളാണ്. പക്ഷെ ഈ ഒരു സംഭവം വന്നപ്പോൾ അവൾ അങ്ങനെ ചെയ്തു. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ മറക്കാൻ ആ പെർട്ടിക്കുലർ പേഴ്സൺ, അതായത് പപ്പയുടെ അനിയൻ, ആ പുള്ളിയിൽ ഞാൻ മറക്കാനാവാത്തൊരു അനുഭവം എന്ന് പറയുമ്പോൾ, എനിക്കന്ന് വയസ്സ് 15 അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ കാമം തീർക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. ഇന്റർവ്യൂവിൽ പറയാൻ പാടില്ല, ബട്ട് സ്റ്റിൽ എൻ്റെ മനസ്സിലൊരു ട്രോമയാണത്. അപ്പോൾ ഞാൻ സീരിയസ്ലി ഇപ്പോൾ പറയുമ്പോൾ എനിക്ക് കുറച്ചെങ്കിലും മനസ്സിലാവും. പക്ഷെ ആ സമയത്ത് ഞാൻ അത്ര 15 തൊട്ടിട്ട് ഒരു 2024 വരെ കൂട്ടിക്കോ, ആ ഒരു ടൈം വരെ എന്താണ് ഈ കാമം എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുട്ടിയോട് പറയാൻ പറ്റിയൊരു വാക്കാണോ? അപ്പോൾ ഇത്രയും അടിയും കൊള്ളേണ്ടി വന്നു, ഇത്രയും ഇങ്ങനെയുള്ള വേർഡ്സ് എല്ലാം ഞാൻ കേൾക്കേണ്ടി വന്നു ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം. അപ്പോൾ എനിക്ക് കുറേ അടിയെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂളിൽ എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റിയിരുന്നില്ല. എനിക്ക് അടിയും ഇടിയൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നാട്ടിലും കുറച്ച് പ്രശ്നമായി. ഇങ്ങനെ ഇന്റർ കാസ്റ്റ് റിലേഷൻ സ്കൂളിൽ പ്രശ്നമായി, +1 +2 പ്രശ്നമായി. അപ്പോഴും എനിക്ക് ഫ്രണ്ട്സ് വളരെ കുറവായിരുന്നു. ആ റിലേഷൻഷിപ്പ് കഴിഞ്ഞ് ഈ ഒരു പ്രശ്നങ്ങൾ നേരിടണമെന്നപ്പോൾ എനിക്ക് തന്ന വാക്ക്, ഞാൻ നിന്നെ കല്യാണം കഴിക്കും, അങ്ങനെ എനിക്ക് വേറെ റിലേഷൻഷിപ്പ് ഒന്നുമില്ല എന്നൊക്കെ അന്ന ടൈമിൽ നമുക്കത് വലിയ കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ഓക്കെ ഇനി ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ ആ ടൈമിൽ സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സൗദിയിൽ പോയി വന്ന ടൈമിലായിരുന്നു അവൻ്റെ ഫോണിൽ എടുത്ത് നോക്കിയപ്പോൾ കുറേ പേര് മെസ്സേജും കാര്യങ്ങളും. ആ ടൈമിൽ ഞാൻ നാട്ടിൽ എൻ്റെ ഫാമിലി, ഞാൻ ഹോസ്റ്റലിലേക്ക് മാറേണ്ടി വന്നു. വീട്ടിൽ നിന്ന്
ഹോസ്റ്റലിലായിരുന്നു പിന്നെ കുറച്ച് നാൾ. ഇതൊന്നും ആർക്കും അറിയാത്ത സ്റ്റോറിയാണ്. ഹോസ്റ്റലിലായിരുന്നു ഞാൻ കുറച്ച് നാളുണ്ടായിരുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് കാരണം. പിന്നെ നാട്ടിൽ ബുർക്കിട്ട് നടക്കേണ്ട അവസ്ഥയായി. ആ നാട്ടുകാർ ചോദിക്കൽ തുടങ്ങി ഇന്റർകാസ്റ്റ് മലയാളത്തിലാണ് വേർഡ്സ്, ഞാനിപ്പോൾ അത് കുറച്ച് മോഡിഫൈ ചെയ്യുന്നതെന്ന് മാത്രം. ഭയങ്കര ട്രോമയായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് ഞാൻ കോളേജിലേക്ക് എത്തിയപ്പോഴാണ് എൻ്റെ രണ്ടാമത്തെ റിലേഷൻഷിപ്പ്. ഇതിനിടയിൽ കൂടെ ഈ പ്രശ്നങ്ങളൊക്കെ സത്യത്തിൽ നമ്മൾ വാശിപ്പുറത്ത് നോക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവമായിരുന്നു. പക്ഷെ ആ ഒരു എൻ്റെ കോളേജിൽ ഞാൻ പരിചയപ്പെട്ട വ്യക്തി, എൻ്റെ ബോയ് ഫ്രണ്ട്, ആ ഒരു പുള്ളി കാരനാണ് ഇന്ന് ഞാൻ ഈ പൊസിഷനിൽ നിൽക്കുന്നത്. അവരുടെ കസിൻസും സാധാരണ ഇപ്പോൾ ഒരു ബോയ് ഫ്രണ്ട്, നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ബോയ് ഫ്രണ്ട്, അവരുടെ കസിൻസൊന്നും നമുക്ക് ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കത്തില്ല. ഒരു ഷൂട്ടിന് അറിയാലോ, ഒരു ഷൂട്ടിനൊക്കെ നമ്മൾ പോകുമ്പോൾ രാവിലെ 5 മണി തൊട്ടിട്ട് നൈറ്റ് വരെ നിൽക്കേണ്ടി വരും. പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്കും ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം എൻ്റെ ലൈഫ് സ്റ്റോറി കുറച്ച് അറിയുന്നതുകൊണ്ട് തന്നെ അവർക്കും ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഞാനും ഒരു നിലയിൽ എത്തണം. അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് ഇട്ടു. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലാണ് കോളേജിലും എനിക്ക് പണി കിട്ടി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിശ്വസിച്ചിട്ടാണ് കോളേജിൽ പോയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരി വേറെ മാരേജ് ചെയ്തു. ഞങ്ങൾ തമ്മിൽ വീണ്ടും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരും വല്ലാണ്ട് അകന്നു. അപ്പം എനിക്ക് ഒട്ടും പറ്റാണ്ടായി. നമുക്കുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ്, ആ ഫ്രണ്ടും പോയി. പിന്നെയാണ് ഞാനിവിടെ എൻ്റെ അടുത്ത് എൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഏവിയേഷനിൽ പഠിക്കാം, നിനക്കത് ആപ്റ്റാവും എന്നുള്ളത്. അപ്പം അങ്ങനെ ഞാൻ കൊച്ചിയിലോട്ട് വന്നു. ഈ കൊച്ചിയിലോട്ട് വരുമ്പോഴും എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുള്ളത്, ഞാൻ നാളെ മരിക്കുകയാണെങ്കിൽ 4 ആൾ എന്നെ അറിഞ്ഞിട്ട് മരിക്കണം. അതല്ലാണ്ട് ഞാനിപ്പോൾ ഈ സൂയിസൈഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞല്ലോ, അപ്പം അത് ചെയ്ത് ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ആരും അറിയത്തില്ല. ഞാൻ സ്ട്രഗിൾ ചെയ്താലേ, ഞാൻ എനിക്ക് വേണ്ടി പണിയെടുത്താലേ എന്നെ നാളെ 4 പേര് അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്തിയ സമയത്തും രവിപുരത്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എത്തിയ സമയത്തും ട്വിസ്റ്റായി. അവിടെ അധികം ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, നമുക്ക് ഒരുങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല, ഓവറായിട്ട് സംസാരിക്കാൻ പറ്റത്തില്ല. അവിടെ എന്നെ തോൽപ്പിച്ചു ദൈവം. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ഒമാനിൽ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കസിൻസൊക്കെ ആയിരുന്നു എൻ്റെ ഷൂട്ടിനും കാര്യങ്ങളും കൊണ്ടുവരുന്നത്. ആ സമയത്താണ് ഞാനൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായി. ഒരു 1 ഇയർ ഞാൻ ജോയിൻ ചെയ്തു. ഞാൻ ഒഫീഷ്യൽ മോഡലായി. പിന്നെ ഞാനത് അപ്ഗ്രേഡ് ചെയ്തു. ഞാൻ ആ കമ്പനിയിൽ നിന്നിട്ടൊരു 1 ഇയർ കൊണ്ട്, 1 ഇല്ല ഒരു 6 months കൊണ്ട് ഞാൻ പഠിച്ചു എന്താണ് മോഡലിംഗ്, ഒരു മോഡലിനെ നമ്മൾ എങ്ങനെ കൊണ്ടുവരണം, എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കണം, അവരെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഒരു 6-7 months കൊണ്ട് പഠിച്ചെടുത്തു. എനിക്ക് തോന്നുന്നത് മലപ്പുറത്ത് ഗേൾസിൽ ഞാനായിരിക്കും ആദ്യമായിട്ടൊരു മോഡലിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരു 1 ഇയറിൻ്റെ ഇതിലാണ്. കാരണം ഞാനത് അത്രയും പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്കത് അത്രയും എൻ്റെ നീഡാണത്. എനിക്കത് പഠിച്ച് കഴിയണം. എനിക്കത് ഈ ഒരു സംഭവം പഠിച്ചിട്ട് വേണം എനിക്കത്. ഞാൻ അന്വേഷിച്ചായിരുന്നു എത്രയും പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഒരു അന്വേഷിച്ചായിരുന്നു. അപ്പം ഞാൻ നോക്കിയ സമയത്ത് എനിക്ക് മോഡലിംഗ് ആണ് ഒന്നും കൂടെ ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയത്. മോഡലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള സഫിക്കേഷൻ നമ്മൾ അനുഭവിക്കണം. അങ്ങനെ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. നമ്മൾ സേഫ്റ്റി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഫിലിം ഫീൽഡ് പോലെ തന്നെയാണ് മോഡലിംഗും. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ ഞാൻ ഒരു 6 months ഈ കമ്പനിയിലും കുറച്ച് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇഷ്യൂ ആയി. ഞാനായിട്ട് അങ്ങോട്ട് പോകണ്ട, നമുക്ക് ഇങ്ങോട്ട് തന്നെ വരും എന്തെങ്കിലുമൊക്കെ ആയിട്ട്. ആ ടൈമിലൊരു 6 months ഞാൻ സീരിയസ്ലി ഞാൻ എന്നെ ബാൻ ചെയ്തു. അത് പേഴ്സണൽ ഈഗോ കാരണം ബാൻ ചെയ്തു. നമ്മളൊന്ന് ഒരു നിലയിലെത്തുമ്പോഴത്തേക്കും അറിയാമല്ലോ, കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീണ്ടും ഇരിക്കും. ഒരു 6 മാസം ഞാൻ വീണ്ടും ട്രോമയിലായി. കാരണം എനിക്കൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ട തൊഴിലായിരുന്നു, കഷ്ടപ്പെട്ട് വന്നതാണ്, അതും ചെയ്യാൻ പറ്റുന്നില്ല. ആ ടൈമിലാണ് എൻ്റെ കമ്പനി പാർട്ട്ണർ റോഹൻ റോബീനെ ഞാൻ പരിചയപ്പെടുന്നില്ല. എനിക്ക് ഓൾറെഡി അറിയാം, ഒരു 2 years ആയിട്ട് അറിയാം. പക്ഷെ കമ്പനിയെ പറ്റി ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വേറെ കമ്പനീസിൽ ഞാൻ 1-2 തവണ കയറാൻ നോക്കിയപ്പോഴും അവരെല്ലാവരും അത് മുടക്കി. കാരണം അവർ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു, ഞാൻ ബിഗിനർ അല്ലേ. അങ്ങനെ ഒരു കമ്പനിയിൽ ഞാൻ അന്ന് ഇറങ്ങി. എൻ്റെ വാശി തീർക്കണം. എനിക്ക് വാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എനിക്ക് എൻ്റെ വാശിയിലാണ് ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കമ്പനി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഏജ് 20 ആണ്. അപ്പോൾ ആ ടൈമിൽ തന്നെ ഞാൻ 45 മോഡൽസിനെ 2 ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ എടുത്തു വിത്ത് പേയ്മെന്റിൽ. ആ ഷോ അൺഫോർച്ചുനേറ്റ്ലി താജിലായിരുന്നു. അതും ചെറിയൊരു ഫ്ലോപ്പായി. അങ്ങനെ ഒരു 2 മാസം വീണ്ടും ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു എന്ത് ചെയ്യണം എന്നുള്ളത്. പിന്നീട് അങ്ങോട്ടുള്ള കാലം അടിപൊളിയായിരുന്നു. പിന്നീട് ഇപ്പോൾ എനിക്ക് 2 മോഡലിംഗ് കമ്പനി ഉണ്ട്. ഒരു 3ാമത്തെ മോഡലിംഗ് കമ്പനി ഞാനിവിടെ അട്ടപ്പാടിയിൽ ലോഞ്ചിങ് ചെയ്യുന്നുണ്ട്. അട്ടപ്പാടിയിൽ എന്താണ് പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത്?
ഓക്കെ. അട്ടപ്പാടിയിൽ എനിക്ക് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹം, ഞാനിപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇതിനോട് ഇപ്പം എനിക്കൊരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. അപ്പം എനിക്ക് ഒരുപാട് പേരൊന്നും ഇൻഡസ്ട്രിയിലോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല, കാരണം എൻ്റെ ഏജ് വളരെ ചെറുതാണ്, റിസ്ക് വളരെ കൂടുതലാണ്. അപ്പം ആ ഒരു ടൈമിലായിരുന്നു അട്ടപ്പാടിയിൽ എനിക്കൊരു എൻ്റെ ഫ്രണ്ട്സ് വഴി, ഇപ്പോൾ എൻ്റെ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അവർ വഴി ഞാൻ കണക്ട് ചെയ്തിട്ട് അവിടെ ട്രൈബ്സിലുള്ള ഒരു ആളായിട്ട് ഞാൻ കമ്പനിയായി. എനിക്കൊരു ശരത്ത് എന്നാണ് പേര്. അപ്പോൾ അട്ടപ്പാടിയിൽ ഫസ്റ്റ് ആയിട്ട് മോഡലിംഗ് ചെയ്യുന്നത് മേ ബി അവനായിരിക്കും, ഞാനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്ക് എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ ഇനി ഇതിനെക്കുറിച്ച് പഠിച്ചു, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ്. അപ്പം ഞാൻ എൻ്റെ ചേട്ടനായിട്ട് ഡിസ്കസ് ചെയ്തു ഇങ്ങനെ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് തുമ്പി, സഹിയ തുമ്പി. അപ്പോൾ പുള്ളിക്കാരോട് ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. പക്ഷേ അട്ടപ്പാടിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല. കാരണം ഞാൻ എനിക്ക് തോന്നുന്നു അവർക്കുള്ള പ്രീ ഷൂട്ട് നമ്മൾ ചെയ്തു, ഒരു 1 month ബാക്ക് ആയിരുന്നു പ്രീ ഷൂട്ട് ചെയ്തത്. പക്ഷെ അവരുടെ കണ്ണിൽ കണ്ട ആ സന്തോഷം ഉണ്ടല്ലോ, എനിക്കത് മതി. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാൻ ആഗ്രഹിച്ചത് എന്തോ അത് നടക്കാൻ പോവാണ്. ഇപ്പോൾ ഈ അട്ടപ്പാടിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അട്ടപ്പാടിയിൽ മോഡലിംഗ് ആഗ്രഹിക്കുന്ന കുറേ പിള്ളേരുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, ഞാൻ ശരത്ത് വഴി അറിഞ്ഞിരുന്നു. അപ്പോൾ ഈ കുട്ടികളെല്ലാം നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് കോസ്റ്റ്യൂം ചെയ്യിപ്പിച്ച് മേക്കപ്പ് ചെയ്ത് അവർക്കുള്ള 1 day ഒരു വർക്ക്ഷോപ്പ് പോലെ നമ്മൾ കൊടുത്തു. ഇനി അതിൻ്റെ ഷോ വരുന്നത് ഒക്ടോബറിലാണ്, അതായത് ട്രൈബ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോ, അവർക്ക് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഐഡിയ എൻ്റെതാണെങ്കിലും വർക്ക്ഔട്ട് ചെയ്യുന്നത് നമ്മൾ 3 പേരായിട്ടാണ്. ഞാൻ വിശ്വസിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളത്, കാരണം ട്രൈബ്സിന് വേണ്ടിയിട്ടൊന്നും ആരും ഇത്രയും വലിയ റിസ്ക് എടുക്കത്തില്ല. തീർച്ചയായും. ഇനി ഹിനയിലോട്ട് തിരിച്ചു വരാം. ഹിന എന്ന് പറയുന്ന വ്യക്തി എന്നോട് ലൈഫ് സ്റ്റോറിയിൽ പറഞ്ഞ കാര്യമാണ് 15-ാം വയസ്സിൽ ഒരു ഇന്റർകാസ്റ്റ് റിലേഷൻഷിപ്പ്, അതിൻ്റെ പേരിൽ നാട്ടുകാരിൽ നിന്നുള്ള കളിയാക്കലുകൾ മാത്രമേ നേരിടേണ്ടി വന്നിട്ടുള്ളൂ. അല്ല, എൻ്റെ നാട്ടുകാർ എന്നോട് ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താന്ന് വെച്ചാൽ, എൻ്റെ ഫാമിലിയിൽ കയറിയിട്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ കുറച്ച് ഹൈപ്പറാണ് പുള്ളി, മെൻ്റൽ കുറച്ച് ഒരു പിടി ലൂസുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അവർക്കറിയാം എവിടെയാണ് കൊള്ളേണ്ടതെന്ന് അവർക്കറിയാം. അവർ കൊളുത്തി ആ തീ വരുന്നത് എവിടെയെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് എൻ്റെ നാട്ടുകാർ കാരണം എനിക്ക് സത്യം പറയാം, എൻ്റെ ഒരു ചൈൽഡ്ഹുഡൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവര് ഒരു 15 വയസ്സായ കുട്ടീനെ എങ്ങനെ ദ്രോഹിക്കാൻ പറ്റുന്നു, അതിൻ്റെ മാക്സിമം അവർ ദ്രോഹിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പേഴ്സണലി പറയാനുള്ള കാര്യം, ഇപ്പം ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇൻസ്പയർ ആവുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക ചെയ്യേണ്ടത്. ഒരിക്കലും ഈ പറഞ്ഞ നാട്ടുകാർ, ഈ ഫാമിലി, ഇവര് പറയും അങ്ങനെ ഇതാക്കാൻ പാടില്ല. പക്ഷെ അത് കണ്ട് നിങ്ങളെ കുട്ടികളെ അടിക്കുകയല്ല ചെയ്യേണ്ടത്. അടിച്ചിട്ടോ കുത്തിയിട്ടോ കാര്യമില്ല. നമ്മുടെ ആ ഒരു മൈൻഡ് പ്രകാരം നമുക്ക് ഒരു തവണ ഒരാൾ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നന്നാവും. അതല്ലാണ്ട് ഒരു അടിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വാശിയാണ് ഈ നാട്ടുകാർ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ നാട്ടുകാരെ കുറിച്ച് പറയാൻ ആഗ്രഹമില്ല. റീസെന്റ് എനിക്കൊരു ആക്സിഡന്റ് പറ്റി, ഒരു 2 months ബാക്ക്. 2 months ബാക്ക് എനിക്കൊരു ആക്സിഡന്റ് പറ്റി. എന്നെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതാണ്, നമ്മളൊന്നും ചെയ്തില്ല. അപ്പോഴും പേര് വരുന്നത് എന്താണ്, അവൾ കൊച്ചു മോഡലിംഗ് ചെയ്യുന്നതാണ്, ആ കൊച്ചിന്റെ ഭാഗത്താണ് തെറ്റെന്നുള്ളത്. അത്രയും നല്ല നാട്ടുകാരാണ് എനിക്കുള്ളത്. അപ്പോൾ എൻ്റെ തകർച്ച ഒരു പക്ഷേ എൻ്റെ നാട്ടുകാരാണ്. ഓക്കെ. പക്ഷെ ഞാൻ ഇപ്പൊ അവരെ ബോധർ ചെയ്യുന്നില്ല, അതാണ് വേറൊരു സത്യം. സോ ഹിന, നാട്ടുകാര് ജീവിതം തകർക്കാൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കുടുംബത്തിൽ കയറി കളിച്ചു എന്ന് പറഞ്ഞു. കുടുംബത്തിൽ കയറി എങ്ങനെയാണ് കളിച്ചത്? കുടുംബത്തിൽ തന്നെ കളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ പിന്നെ നാട്ടുകാരെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. എന്നീ പറഞ്ഞ നാട്ടുകാരാണെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ പപ്പയുടെ ഒരു അനിയനുണ്ട്, പിന്നെ ഒരു പെർട്ടിക്കുലർ പേഴ്സണുണ്ട്. അവര് എന്നോട് എനിക്കറിയില്ല ഞാൻ എത്ര വലിയ തെറ്റാണോ ചെയ്തത് എനിക്കറിയില്ല. 15 വയസ്സേ ഉള്ളൂ. ആ ടൈമിൽ എന്നെ നെഞ്ചക്ക് വെച്ചിട്ടാണ് ഇവിടെ അടിച്ചത്. ഇപ്പോഴും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ എനിക്കിവിടെ അടി കിട്ടിയത് എന്തോ ഒരു സാധനത്തിലായിരുന്നു, എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ചെവിയുടെ കേൾവിക്കുറവ്, പിന്നെ കണ്ണിന് അടി കിട്ടിയത് മൂത്രം വെച്ചിട്ടായിരുന്നു. പിന്നെ എനിക്ക് നട്ടലിന് അടി കിട്ടിയത് സോഫ വെച്ചിട്ട് എറിയായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ നാട്ടുകാരാണ്. അവർക്ക് ഇതിൽ എന്ത് സന്തോഷമാണ് കിട്ടുന്നത് എനിക്കല്ല. അവര് സീരിയസ്ലി പറയാൻ, ഞാൻ ഒരുപാട് തവണ ഈ നാട്ടുകാർ കാരണം സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ അന്നൊക്കെ എൻ്റെ മനസ്സിൽ എനിക്കുണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും എത്തും, ഇവർക്ക് തിരിച്ചു കൊടുക്കുന്നുള്ളതുണ്ടായിരുന്നു. പക്ഷെ അവരൊറ്റൊരുത്തർ കാരണമാണ് എൻ്റെ കുടുംബത്തിലും കയറി കളിച്ചു. ഞാൻ +1 ശരിക്കും ഫെയിൽ ആവാൻ നിന്നിരുന്നു. കാരണം എനിക്ക് എക്സാം എഴുതാൻ പറ്റേണ്ടത്, കൈ ഒടിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നാട്ടുകാർ കാരണമാണ് എൻ്റെ ലൈഫിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഒരു ഇടയ്ക്ക് പറഞ്ഞ നാട്ടുകാർ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ലൈഫ് ഒന്നുകൂടെ അടിപൊളിയായി പോയിരുന്നു ആ ടൈമിൽ.
ഓക്കെ, അതേ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് തന്നെ പെരിന്തൽമണ്ണയില് സ്വന്തം നാട്ടില് അടിപൊളിയായിട്ട് മിസ് ഗ്ലാം ഗാല 2025 എന്ന് പറഞ്ഞ ഷോ നടത്താൻ പറ്റി. അതായത് ഉമ്മയും അനിയത്തിയുടെയും സപ്പോർട്ടോടുകൂടി. അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ലെ? അതെ അതെ, എന്നെ സംബന്ധിച്ചത് വലിയ കാര്യമാണ്. കാരണം ആ ടൈമിലാണ് ഇപ്പോൾ എനിക്ക് എൻ്റെ പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണത്. എനിക്ക് തോന്നുന്നത് എനിക്ക് റോയൽ മിസ്സിൻ്റെ കിട്ടിയ ടൈമിൽ റണ്ണർ കിട്ടിയ സമയത്ത് പപ്പ എന്നിട്ട് പറഞ്ഞ കാര്യം, ഇത് മുസ്ലിം സമുദായത്തിന് ചേർന്ന കാര്യമല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞങ്ങൾ നോർത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു 15 days ചേട്ടൻ്റെ മാരേജ് റിലേറ്റഡ് ആയിട്ട്. ഇപ്പം എല്ലാവരും പരിചയപ്പെടുക്കുന്നത് എൻ്റെ മോളാണ്, മോഡലാണ്, എൻട്രപ്രണറാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു സന്തോഷം പോലെ തന്നെയാണ് ഇവിടെയും ഈ നാട്ടുകാർ. അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ തമ്മിൽ അതായത് ആ റിലേഷൻഷിപ്പുള്ള സമയത്ത് ഞങ്ങൾ സംസാരിക്കുന്നത് കണ്ട് ഒരു വ്യക്തി ഉണ്ട്. ആ വ്യക്തിയാണ് എൻ്റെ വീട്ടിൽ പോയി പറഞ്ഞതും. അതേ വ്യക്തിയുടെ കടയുടെ ഫ്രണ്ടിലാണ് നമ്മൾ ഈ റാമ്പ് കാര്യങ്ങളൊക്കെ ഇട്ടതും. അതേ ഫ്ലോറിൽ തന്നെയാണ് ഞാൻ കളക്ടർ കൊണ്ടുവന്നതും. ഓക്കെ, അത് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. വലിയൊരു അച്ചീവ്മെന്റ് ആണ്. കാരണം ഞാൻ കുറച്ചു കാര്യങ്ങൾ കളക്ടറായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ പുള്ളി, എനിക്കറിയില്ല ഇനിയിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ പുള്ളി അന്നത്തെ ഷോയ്ക്ക് വന്നു. ഇപ്പോഴും ആ കോണ്ടാക്ട് നിലനിൽക്കുന്നുണ്ട്. ഇനിയുള്ള ഷോയ്ക്കും ഇനിയുള്ള നല്ല ഷോ വരുവാണെങ്കിലും ഇതുപോലെയുള്ള ആൾക്കാരെ ഞാൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്നെ അടിച്ചമർത്തിയ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ. ഓൾറെഡി പിന്നെ അതിന് മുന്നൊരു ഷോ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ജഡ്ജിങ് പാനലിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ മൈക്കിൽ എനിക്ക് കിട്ടിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു. അതിൽ സന്തോഷം. കളക്ടർ വന്നു, അവർക്കൊരു തിരിച്ചടി കൊടുക്കാൻ പറ്റി. പിന്നെ വേറൊരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രശ്നം ഉണ്ടാക്കിയ നാട്ടുകാരുടെ മക്കൾ കുറച്ച് പേരൊന്നും അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പരാതിയില്ല, ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പരാതിയില്ല ആരെടുത്തു ഇപ്പോഴും. ഓക്കെ, അപ്പം ഹിനയുടെ ജീവിതം ഇത്രയും തകർത്തതാക്കിയവരൊക്കെ ഹിന നല്ലൊരു മറുപടി കൊടുത്തു എന്ന് തന്നെ വിശ്വസിക്കാം. അവർക്ക് അതിൽ പരം കൊടുക്കുക. ഞാൻ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് അവര് ചെയ്യുന്നത് ഒരേ കാര്യമായിരിക്കും. അതെ, മറിച്ച് അവരിറങ്ങിയിട്ട് പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഹിന, എൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ടുള്ള കുറെ പേരുണ്ട്, ഇപ്പോഴും എന്നെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹമുള്ള പേരുണ്ട്, എൻ്റെ അടുത്ത് ഇൻസ്റ്റാഗ്രാം ID, എൻ്റെ കോണ്ടാക്ട് നമ്പർ ചോദിക്കുന്നവരുണ്ട്. അത് ഇത്രയേ ഉള്ളൂ. നമ്മളെ ഈ സമയം കടന്നു പോകും, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ സമയം എടുക്കും. അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയും വലിയ വലിയ പേജൻ ഷോസിൽ എത്തിപ്പെടട്ടെ, നല്ല നല്ല അംഗീകാരങ്ങൾ കിട്ടട്ടെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒരുപാട് നന്ദി. ഹിന എന്ന് പറയുന്ന പേഴ്സൺ പലർക്കും ഒരു പ്രചോദനമാവട്ടെ. ഇപ്പം ഒരുപാട് സൂയിസൈഡുകൾ കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. സോ അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ നിന്നാണ് ജീവിതം തുടങ്ങുന്നത് എന്നൊരു വിശ്വാസത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കട്ടെ. സോ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ സഹകരിച്ചതിന് ഒത്തിരി നന്ദി.